ഹായ്, നിങ്ങൾക്കേവർക്കും മാടൻ മീഡിയയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു പ്രൊജക്റ്റാണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി. ആ ഒരു പ്രൊജക്റ്റിൻ്റെയും കൂടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരെ വീഡിയോയിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്തുമ്പോൾ ഉയരുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ആരാണ്? അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരിൽ ആരൊക്കെ അതിന് അർഹരാണ്? ആരാണ് പദ്ധതിക്ക് എല്ലാ ഘട്ടത്തിലും തുരങ്കം വെക്കാൻ ശ്രമിച്ചത്? ചരിത്രവും വർത്തമാനവും പരിശോധിച്ച് മാത്രം ഇതിന് മറുപടി പറയാം. അതിനുശേഷം ക്രെഡിറ്റ് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോളൂ. അതിലേക്ക് കടക്കും മുമ്പ് ഒരു വീഡിയോ നമുക്ക് കാണാം. വേണ്ടി വന്നാൽ വിമോചന സമരം കോൺഗ്രസ് നടത്തുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. വിമോചന സമരമൊക്കെ നടത്തിയ ഞങ്ങൾക്ക് ഓർമ്മയില്ലേ? അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ കാലഘട്ടമൊക്കെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. ഒന്നുകൊണ്ടും സർക്കാരിനെ വരട്ടി കളിയാമെന്ന് കരുതണ്ട. എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത്, എന്താണോ ഗെയിൽ പൈപ്പ് ലൈനിന് സംഭവിച്ചിരുന്നത്, എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത്, അത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും. അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നിവരുടെ പ്രതികരണങ്ങളാണ് ഈ കേട്ടത്. വിഴിഞ്ഞം പദ്ധതി തടയാൻ വിമോചന സമരം വരെ നടത്തുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. സതീശനും സമാനമായി പ്രതികരിച്ചു. അതിനെല്ലാമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നും അദ്ദേഹമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നും പ്രചരിപ്പിക്കുന്നതിൽ ചില സർവതന്ത്ര സ്വതന്ത്രരുമുണ്ട്. നിഷ്പക്ഷ നാട്ടിക്കാരായ അവർ കൂടി ഈ ചരിത്രം കേൾക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയിരുന്നെങ്കിലും തലസ്ഥാനത്ത് നടന്ന ഒരു വികസന സെമിനാറിലാണ് വീണ്ടും ഈ ചർച്ച സജീവമായത്. അന്ന് വർക്കല രാധാകൃഷ്ണനായിരുന്നു ചിറയൻകീഴ് MP, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആ സെമിനാറിൽ വർക്കല രാധാകൃഷ്ണൻ പറഞ്ഞു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന്. അങ്ങനെ പാർലമെന്റിൽ ഉന്നയിച്ചു. സംസ്ഥാനത്തും സജീവ ചർച്ചയായി. 1987-91 LDF സർക്കാർ ഇതിനുള്ള ആദ്യ ചുവടുവയ്പ് നടത്തി. ഇതിനായി ടെൻഡർ വിളിച്ചുവെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. പിന്നീട് 1991-96 കാലയളവിൽ UDFന് ഭരണം. പക്ഷേ ഒരനക്കവും ഉണ്ടായില്ല. ഇത് പ്രായോഗികമാക്കുന്നതിനുള്ള സജീവ പ്രവർത്തനം നടക്കുന്നത് 1996 നായനാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം. അതിനായി ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച നടത്തി. തുടർ നടപടികൾ നടന്നു. 2005 ടെൻഡറിലൂടെ മുന്നോട്ട് വന്ന സൂം കൺസോർഷ്യത്തിന് സുരക്ഷാ കാരണം പറഞ്ഞ് UPA സർക്കാർ അനുമതി നിഷേധിച്ചു. അതിന്റെ കാരണം ഇന്നും ദുരൂഹമാണ്. അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം അക്കാലത്ത് തന്നെ പ്രാവർത്തികമാകുമായിരുന്നു. 2006 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ടിട്ടും നിലപാടിൽ മാറ്റമുണ്ടായില്ല. UPA സർക്കാർ ഇത്തരത്തിൽ പദ്ധതി തടസ്സപ്പെടുത്തിയപ്പോൾ LDF സർക്കാർ 2006 സർവകക്ഷി യോഗം വിളിച്ച് റീടെൻഡർ നടപടി ആരംഭിച്ചു. ഗ്ലോബൽ മീറ്റ് തന്നെ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായ 40ഓളം കമ്പനികൾ പങ്കെടുത്തു. ഇതിൽ ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ വരെ സമർപ്പിച്ചു. സാധാരണ ടെൻഡറിൽ പണം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണെങ്കിൽ നെഗറ്റീവ് ടെൻഡറിലാകട്ടെ പണം സർക്കാരിന് ലഭിക്കും. അത്തരത്തിൽ 115 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നതിനുതകുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടു. ഈ കരാറിന് കേന്ദ്രത്തിന്റെ അംഗീകാരവും ലഭിച്ചു. ഈ ഘട്ടത്തിലാണ് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ച സൂം കൺസോർഷ്യം കോടതിയെ സമീപിക്കുന്നത്. ഇതോടെ നിയമ നൂലാമാലകളിൽപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം കുടുങ്ങി. ഇതോടെ ലാൻകോ കൊണ്ടപ്പള്ളി പദ്ധതിയിൽ നിന്ന് പിന്മാറി. അതിനു പിന്നിലും പല ദുരൂഹതകളും അന്ന് ഉയർന്നു. അവരെ ചിലർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതാണ് എന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. ഇതോടെ തുറമുഖ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിൽ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുമെന്ന് LDF സർക്കാർ ആവശ്യപ്പെട്ടു. അത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുക എന്നത് LDF സർക്കാരിന്റെ നിലപാടായി മാറി. തുടർന്ന് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ കൺസൾട്ടന്റായി നിയമിച്ചു. ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തുറമുഖം ലാൻഡ് ലോഡ് പോർട്ടായി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. 450 കോടി രൂപ ബജറ്റ് വഴിയും 2500 കോടി രൂപ SBT ലീഡ് പാർട്ണറായുള്ള ബാങ്ക് കൺസോർഷ്യം വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു. SBIയുടെ നേതൃത്വത്തിലുള്ള SBI ക്യാപ്പ് ആണ് ഇതിന് നടപടി സ്വീകരിച്ചത്. പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 300 ഏക്കർ ഏറ്റെടുത്തു. പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും LDF സർക്കാർ മുൻകൈയെടുത്തു. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആദ്യഘട്ടത്തിൽ തുറമുഖം സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തുകയെന്ന നയം തുടർന്നു. എന്നാൽ 2013 ജനുവരി 18 മുഖ്യമന്ത്രി ഒപ്പിട്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ അയച്ച കത്തോടെ സ്ഥിതിഗതികൾ തകിടം മറിഞ്ഞു. പദ്ധതി PPP മോഡലിൽ റീസ്ട്രക്ചർ ചെയ്യാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കത്തായിരുന്നു അത്. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഉമ്മൻചാണ്ടി അന്ന് നടത്തിയ നീക്കം ഇന്നും ദുരൂഹമാണ്. PPP മോഡലിലേക്ക് തുറമുഖം മാറുമ്പോഴും പ്രോജക്ട്
പ്രോജക്ട് സംബന്ധിച്ച് മത്സരാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് പോലും സർക്കാർ നീങ്ങിയില്ല. ഇത് നഷ്ടത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന രീതിയിലാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത്. എന്നിട്ടും 5 കമ്പനികൾ മുന്നോട്ട് വന്നുവെങ്കിലും അവരെ ടെൻഡറിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തി ടെൻഡർ ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ രഹസ്യമായ ചർച്ച നടന്നെന്ന് പിന്നീട് തുറന്നു കാട്ടപ്പെട്ടു. ഈ കരാറിനെ LDF ശക്തമായി എതിർത്തു. അതിന് കാരണം സംസ്ഥാന താൽപര്യം പരിഗണിച്ചുള്ള കരാർ ആയതുകൊണ്ടാണ്. അപ്പോഴും പദ്ധതി ഒരു കാരണവശാലും നിലച്ചു പോകരുതെന്ന ഉറച്ച നിലപാടും സ്വീകരിച്ചു. പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 2012 ഒക്ടോബറിൽ LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. 2013 ഏപ്രിൽ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു. 2014 കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഇതിനിടയിലാണ് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ചർച്ച നടന്നതും കരാർ ഉറപ്പിച്ചതും. എന്തുകൊണ്ട് LDF കരാറിനെ എതിർത്തു എന്നതിന് ഈ കണക്കാണ് സാക്ഷ്യം. പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് 8,867 കോടി, കേരളത്തിന്റെ വിഹിതം 5,595 കോടി, അതായത് പദ്ധതിയുടെ 63%. കേന്ദ്രവിഹിതം 818 കോടി, പദ്ധതിയുടെ 9%. രണ്ടും കൂടി 72%. അദാനി 2,454 കോടി, അതായത് 28%. എന്നിട്ടും പദ്ധതി കമ്മീഷൻ ചെയ്തുള്ള 20 വർഷം സംസ്ഥാനത്തെ ലാഭവിഹിതത്തിൽ 1 രൂപ പോലും കിട്ടിയില്ല. പിന്നീട് 15 വർഷം വെറും 1% മാത്രം. ഈ കരാറിനെ എതിർത്തുവെങ്കിലും പിന്നീട് LDF വന്നപ്പോൾ എന്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോയി? 2 കാരണമാണ്. ഒന്ന്, കരാർ ഒപ്പിട്ടതിനാൽ പിന്മാറുമ്പോൾ വൻതുക അദാനി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം. 2, തുടർന്ന് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുകയാണെങ്കിൽ വർഷങ്ങൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങും. നിയമയുദ്ധം കാരണം പദ്ധതി അനിശ്ചിതമായി നീളും. അതുകൊണ്ട് തന്നെ LDF നേരത്തെ വിഭാവനം ചെയ്ത പോലെ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ഊന്നൽ നൽകി. തികഞ്ഞ ഇച്ഛാശക്തിയോടെയാണ് മുന്നോട്ട് പോയത്. അതാണ് ലക്ഷ്യത്തിലെത്തുന്നത്. 2045 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് 2, 3, 4 ഘട്ട പദ്ധതി 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. 10,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ഇത് സംസ്ഥാന വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ പോകുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നതും നടക്കുന്നതും കഴിഞ്ഞ 8 വർഷമായി തുടരുന്ന LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെ മാത്രം. കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടുമില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ആർക്കാണ് എതിർപ്പ് നൽകേണ്ടതെന്ന്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുക. ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യും. ഗുഡ് ബൈ, വീണ്ടും കാണുന്നത്. അടുത്ത വീഡിയോയിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ, ഇതിൻ്റെ പ്രയോജനങ്ങൾ, കേരളത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെ എന്നുള്ള വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.